വൈ ഡസ് പീപ്പിൾ ഹു ലവ് ഡീപ്ലി സഫർ ദി മോസ്റ്റ്? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? കാരണം പ്രണയമല്ല പ്രശ്നം, നിങ്ങളുടെ പ്രതീക്ഷകളാണ്. ഈ യഥാർത്ഥ പ്രണയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഏകദേശം 2500 വർഷങ്ങൾ മുൻപ് ബുദ്ധൻ നമ്മളോട് പറയുന്നുണ്ട്. ബുദ്ധാസ് 4 എലമെൻറ്റ്സ് ഓഫ് ട്രൂ ലവ്. മൈത്രി എന്ന ഈ ഒരു ആശയം നമ്മുടെ ദയ അല്ലെങ്കിൽ നന്മ എന്നൊക്കെയുള്ള മൂല്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരാളെ സ്നേഹിക്കാനുള്ള എല്ലാ ഇൻറ്റൻഷനും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അയാളെ സ്നേഹിക്കുന്ന രീതി അത് ചിലപ്പോൾ അയാളെ അസന്തുഷ്ടനാക്കിയേക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ അയാളെ എങ്ങനെ പ്രണയിക്കാം അല്ലെങ്കിൽ സ്നേഹിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടേക്ക് ടൈം ടു ബി അറ്റൻറ്റീവ്. നിങ്ങളുടെ പാർട്ട്ണർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. അവരുടെ ആശകളെയും ആഗ്രഹങ്ങളെയും പറ്റി ചോദിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ യഥാർത്ഥ പ്രണയത്തിലേക്കുള്ള ഒരു പുതിയ വാതിൽ നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കും. ആൻഡ് വേർ യു വിൽ ബി ഏബിൾ ടു ലവ് ദം ഇൻ എ മോർ മീനിങ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് വേ. കരുണ അല്ലെങ്കിൽ അനുകമ്പ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ളൊരു കഴിവിനെയാണ്. കഴിവിനെ മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മനസ്സിനെയും കൂടിയാണ്. ഈ ഒരു ആശയവും തുടങ്ങുന്നത് നിങ്ങളുടെ പാർട്ട്ണറെ കൂടുതൽ മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. നിൻ്റെ വിഷമങ്ങളെല്ലാം നീ ഒറ്റയ്ക്ക് ചുമക്കണ്ട, കുറച്ച് എനിക്കും തന്നേക്ക് എന്ന് പറയുന്നിടത്താണ് ഈ ഒരു ആശയത്തിൻ്റെ വിജയം. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആളുകളെ കുറച്ചും കൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് മോർ വിത്ത് യുവർ പാർട്ട്ണർ. അവർ വിഷമിച്ചിരിക്കുമ്പോൾ മാറി നിൽക്കാതെ, എന്തുകൊണ്ടാണ് നീ വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം പോലും ചിലപ്പോൾ അവർക്കൊരു ആശ്വാസമായേക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദിസ് വിൽ ഡെവലപ്പ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ പാർട്ട്ണർ. മുദിത എന്ന ഈ ഒരു എലമെൻറ്റ് അത് ഉദ്ദേശിക്കുന്നത് ആനന്ദത്തെയാണ്, അല്ലെങ്കിൽ സന്തോഷത്തെയാണ്. ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രണയം അത് സന്തോഷമില്ലാതെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് വിഷമങ്ങളും സങ്കടങ്ങളും മാത്രമാണ് നൽകുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ഒരു യഥാർത്ഥ പ്രണയമാകുന്നത്? ലവ് മസ്റ്റ് ബി ഫുൾഫില്ലിങ്. ഒരു സന്തോഷം നൽകുന്ന പ്രണയത്തിന് മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു സന്തോഷം എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേക്ക് ടൈം ടു ഡു ദി തിങ്സ് ദാറ്റ് ബ്രിങ്സ് യു ആൻഡ് യുവർ പാർട്ട്ണർ ജോയ്. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ഒരു ഇൻഡിവിജ്വലാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചിലർക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിനൊന്നും സമയം കണ്ടെത്താതെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തിയാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ആ ഫ്രസ്ട്രേഷൻ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് കാണിക്കും. സോ ഫസ്റ്റ് ഫൈൻഡ് ജോയ് ഇൻ യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ ക്വാളിറ്റി സമയം സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യുക. ഉപേക്ഷ, നാലാമത്തേതും അവസാനത്തേതുമായ ഈ ഒരു എലമെൻറ്റ്, ഇത് സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തെയാണ്. പ്രണയം യഥാർത്ഥമാകുമ്പോൾ അവിടെ രണ്ടു പേർക്കും സ്വാതന്ത്ര്യം ഉണ്ടാവും. ഈച്ച് പേഴ്സൺ ഷുഡ് ഫീൽ ഫ്രീ ടു ബി ആൻ ഇൻഡിവിജ്വൽ. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കൊച്ചു കൊച്ചു ചിന്തകളും ആശയങ്ങളും പോലും ഒരു ജഡ്ജ്മെൻറ്റിനെയും ഭയക്കാതെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ വളരെ ഫ്രീ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ഒരു ക്വാളിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, കുറച്ച് സമയം നമ്മൾ നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് മാറി നിൽക്കുക. അവർക്ക് അവരുടേതായ കാര്യങ്ങളെല്ലാം ചെയ്ത് വളരാനുള്ളൊരു സ്പേസ് കൊടുക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. ബുദ്ധൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് പ്രണയത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പ്രണയം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയും സന്തോഷവും നിറഞ്ഞതാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ
ഈ 4 ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ ലവ് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ നിലവിലുള്ള പ്രണയം മെച്ചപ്പെടുത്താൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് വാലന്റൈൻസ് വീക്ക്. താങ്ക് യു.